ഇപ്പോൾ 10 വർഷമായി BJP അധികാരത്തിൽ തുടരുന്നു. ഇവിടെ കോൺഗ്രസ്സിന് കൃത്യമായ നിലപാടെടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് BJPക്ക് അധികാരത്തിൽ വരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുക്കുന്ന ഒരു വിഭാഗമായി കോൺഗ്രസ് മാറുകയാണ്. ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം, BJP സർക്കാർ നമ്മുടെ രാജ്യത്ത് സ്വീകരിച്ച ഓരോ കാര്യത്തിലും കോൺഗ്രസ്സിന് ഉറച്ച നിലപാട് ഒരു ഘട്ടത്തിലും സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഏക സിവിൽ കോഡിൻ്റെ കാര്യം, അതിൽ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് മന്ത്രി പരസ്യമായി അതിനെ സ്വാഗതം ചെയ്തു. പാർലമെൻറ്റിൽ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന കോൺഗ്രസിനെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. നമ്മുടെ ഇപ്പോൾ ഏറ്റവും പ്രധാന വിഷയമായിരിക്കുന്ന കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിനെതിരെയുള്ള നടപടികൾ കനപ്പിച്ചപ്പോൾ അതിൽ ഫലപ്രദമായി സുപ്രീം കോടതി ഇടപെടുന്ന നിലയുണ്ടായി. കേന്ദ്ര ഗവൺമെൻറ് നിലപാട് തെറ്റായി എന്ന് സുപ്രീം കോടതി കണ്ടു. ആ ഘട്ടത്തിൽ ആ സുപ്രീം കോടതിയുടെ നിലപാടിനെ തിരുത്തുന്നതിനു വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമവുമായി വന്നു. അവരൊരു ഓർഡിനൻസ് ഇറക്കി. ആ ഓർഡിനൻസിനെ രാജ്യമാകെ എതിർത്തു. ഡൽഹി ഗവൺമെൻറ്റിനെതിരെ ഉള്ള നീക്കമായിട്ട് മാത്രമല്ല, സുപ്രീം കോടതിയുടെ വിധി അട്ടിമറിക്കാനുള്ള ഒരു നീക്കമായിട്ടാണ് അതിനെ കണ്ടത്. പക്ഷേ ആ ഓർഡിനൻസിനെതിരെ ഒരക്ഷരം സംസാരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. ഒരുപാട് ഘട്ടം, ഒരുപാട് കാലം അങ്ങനെ കടന്നുപോയി. അവർക്ക് ശബ്ദമില്ല. രാജ്യമാകെ അതിനെതിരെ രംഗത്ത് വന്നു. അപ്പോഴാണ് നിൽക്കക്കള്ളിയില്ലാതെ ഞങ്ങളും അതിനെതിരാണ് എന്ന് പറയുന്ന നില കോൺഗ്രസ്. അവർക്ക് വിഷമം. എന്തിനാണ് അവർ BJP ഗവൺമെൻറ്റിൻ്റെ ജനാധിപത്യ വിരുദ്ധമായ നീക്കത്തിനോട് സഹകരിക്കുന്നത്, ഒപ്പം ചേരുന്നത്? അതല്ലേ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയല്ലോ. ആ പ്രാണപ്രതിഷ്ഠ നടത്തിയപ്പോൾ ഹിമാചൽ പ്രദേശ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അവിടെ പൊതു അവധി ആ ദിവസം പ്രഖ്യാപിച്ചു. തെലങ്കാന അവിടുത്തെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അവിടെ നൽകിയ വാഗ്ദത്തം, ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ 100 മണ്ഡലത്തിൽ 10 കോടി വീതം ചെലവിട്ട് രാമക്ഷേത്രം നിർമ്മിക്കുമെന്നാണ്. കർണാടകയിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ആ ദിവസം പ്രത്യേക പൂജകൾ നടത്തണമെന്ന് സർക്കാർ തന്നെ, കോൺഗ്രസ് സർക്കാർ തന്നെ ഉത്തരവിടുന്ന സ്ഥിതി വന്നു. അതിന് വെള്ളിയുടെ ഇഷ്ടിക കൊടുത്തയച്ചവർ, അതിനോടൊപ്പം മറ്റു പല രീതിയിൽ സഹകരിച്ചവർ എല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായുണ്ട്. എന്താണ് വ്യത്യാസം? ആ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രകടനം, ഒരു ശ്രീരാമക്ഷേത്രത്തിൽ ആ ദിവസം അദ്ദേഹത്തിന് ഭജനയിരിക്കണം. അപ്പോൾ അവിടെ BJP ഗവൺമെൻറ് അതിനെ തടയുന്നു. എന്തെല്ലാം
കളികളാണ് നടക്കുന്നത്. എന്താണ് നൽകുന്ന സന്ദേശം? BJP RSS നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് നടപ്പാക്കുന്ന RSS അജണ്ടയുടെ കൂടെ ഇവർ ചേരുകയല്ലേ? RSS അജണ്ട കൃത്യമായി മനസ്സിലാക്കി അതിനെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നുണ്ടോ? അതാണല്ലോ പ്രശ്നം. ഇന്ന് രാജ്യത്തിലെ വിവിധ സ്ഥലങ്ങളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസുകളുണ്ട് എന്ന് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുകയാണ്. അതിലൊന്ന് ഈ രാമക്ഷേത്രത്തിൽ കയറാൻ പോയ കേസാണോ എന്നത് അദ്ദേഹം പരിശോധിച്ചാൽ നല്ലതാണ്. ഏത് തരത്തിലുള്ളതാണ് കേസുകൾ? കേസുകളുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉയർന്നു വന്നത് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണല്ലോ. പൗരത്വ ഭേദഗതി എന്തിനാണ്? അത് മുസ്ലിമിനെ പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കാനാണ്. അതിനുവേണ്ടി മാത്രം കൊണ്ടുവന്നൊരു നിയമമാണ്. അങ്ങനെയൊരു നിയമം വന്ന കോൺഗ്രസ് നിശബ്ദത പാലിച്ചത് ഇപ്പോഴല്ല, 4 വർഷം മുൻപ് നിയമം വന്നപ്പോൾ രാജ്യത്താകെ എതിർപ്പുണ്ടായല്ലോ. കേരളത്തിൽ ആദ്യഘട്ടത്തിൽ സഹകരിച്ചു. ഇവിടെ എല്ലാവരും കൂടി ചേർന്നുള്ള പ്രതിഷേധം നമ്മുടെ തിരുവനന്തപുരം പാളയത്തിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രതിഷേധ സംഗമം നമ്മൾ സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവും എല്ലാം വന്നു. വിവിധ കക്ഷി നേതാക്കളുണ്ടായി. നാടിൻ്റെ എല്ലാ വിഭാഗവും ഉണ്ടായി. തുറന്ന് നമ്മുടെ സംസ്ഥാനത്ത് സർവകക്ഷി യോഗം നടന്നു. നിയമസഭ പ്രത്യേകം വിളിച്ചു. അതിനും എല്ലാവരും ഉണ്ടായി. അവിടെ പ്രമേയം ഏകണ്ഠമായി അംഗീകരിച്ചു. അതിനകത്തും എല്ലാവരും ഉണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസ് അതിനെ തള്ളിപ്പറഞ്ഞു. എന്തേ തള്ളിപ്പറയാൻ കാരണം? കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം നിങ്ങൾ ചെയ്ത നടപടി ശരിയായില്ല എന്ന് ഇവരോട് പറഞ്ഞിട്ടുണ്ടാവും. എൻ്റെ ഒരു അനുമാനം ഞാൻ പറയാണ്, അതല്ല വസ്തുത എന്ന്. എന്തുകൊണ്ട് ഇപ്പൊ കുറേ ദിവസമായിട്ട് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നില്ല? വസ്തുത അല്ലാതിരിക്കട്ടെ, അത് പറയാലോ. നിങ്ങൾ പറയുന്നത് ശരിയല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം പറഞ്ഞിട്ടല്ല ഞങ്ങൾ നിലപാട് മാറ്റിയത്, ഞങ്ങൾ തന്നെ നിലപാടെടുത്തതാണ് എന്ന് പറയാലോ. എന്തേ പറയാത്തത്? അന്നത്തെ KPCC പ്രസിഡന്റ് പരസ്യമായാണ് പറഞ്ഞത്, ഇവിടെ പ്രമേയം പാസ്സാക്കിയതുകൊണ്ട്, നിയമസഭ പ്രമേയം പാസ്സാക്കിയതുകൊണ്ട് രാജ്യം അംഗീകരിച്ച നിയമം നടപ്പാക്കാതിരിക്കുക. എന്താ അതിൻ്റെ പൊരുള്? ആരുടെ കൂടെയാണ്? അതല്ലേ പ്രശ്നം. ഇതെല്ലാം നമ്മുടെ നാട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ രാജ്യത്ത് നടന്നല്ലോ. രാജ്യത്ത് നടന്ന പ്രതിഷേധ പരിപാടികൾ. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി വാനി രാജിയൊക്കെ ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തവരാണല്ലോ. അത്തരം പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുത്ത് വലിയ തോതിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറായവരാണല്ലോ.